ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി ചൈനീസ് ഡ്രാമയായിട്ടാണ്. ഇതെന്തായിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റിലീസ് ആയതുകൊണ്ട് തന്നെ മറ്റ് ചാനൽസിലൊന്നും ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ലിൻ ടോയോയാണ് കാണിക്കുന്നത്. ആക്ച്വലി ഹീറോ ഒരു ഫുട്ബോൾ പ്ലെയറാണ്. പക്ഷേ ഇപ്പം നോക്കുകയാണെങ്കിൽ അവൻ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. അതായത് ഹീറോയുടെ ലൈഫിൽ എന്തോ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹീറോ അവൻ്റെ കഥ പറയുന്നുണ്ട്. എൻ്റെ പേര് ലിൻ ടോയോ എന്നാണ്. നിങ്ങളിൽ പലർക്കും എന്നെ അറിയായിരിക്കും. ഞാൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? 23 വയസ്സ് വരെ എനിക്ക് ജീവിതത്തെ പറ്റി നല്ലൊരു ധാരണയുണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ് ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, ദൈവം എനിക്ക് വേണ്ടി കാത്തുവച്ച വിധി വേറൊന്നായിരുന്നു. പക്ഷേ വിധിക്ക് എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഹീറോ പതിയെ വീൽ ചെയറിൽ നിന്ന് എണീക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോയുടെ പാസ്റ്റ് ലൈഫാണ്. ആക്ച്വലി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറോ ഒരു ഫുട്ബോൾ പ്ലെയർ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ്റെ കോളേജിന് വേണ്ടിയിട്ട് ഒരു ഗെയിം കളിക്കാനായിട്ട് ഹീറോ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഗോൾ അടിക്കേണ്ടത് ഹീറോയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ ചീറപ്പ് ചെയ്യുന്നുണ്ട്. ഹീറോ ഭയങ്കര കോൺഫിഡൻസിൽ ഇപ്പോൾ ഗോൾ അടിക്കാമെന്ന് പറഞ്ഞ് ബോൾ തട്ടി വിടുന്നുണ്ട്. പക്ഷേ ദുർഭാഗ്യവശാൽ ആ ഒരു ബോള് ഗോൾ പോസ്റ്റ് തട്ടി നേരെ ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള സൺ ടിയാൻ യുവിൻ്റെ നെറ്റിയിൽ വന്ന് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ നിമിഷം അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാവരും ഹീറോയ്ക്ക് ഇത് എന്താ പറ്റിയത്, സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ, അവൻ്റെ ഫ്രണ്ടിൻ്റെ തലയിൽ തന്നെ ബോൾ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. ഫ്രണ്ടിന് ബോധം വന്നു, പക്ഷേ എണീക്കാതെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ നിനക്ക് എന്തെങ്കിലും പറ്റൂടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും ഏയ് എനിക്കൊന്നും പറ്റിയില്ല എന്ന് വളരെ കൂസലില്ലാതെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഇത് എത്രയാന്ന് ചോദിച്ചിട്ട് 2 ഫിംഗേഴ്സ് കയ്യിലെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് നീ എന്താ എന്നെ കണ്ണ് കണ്ടുകൊടുത്തവനെന്നാണോ വിചാരിച്ചത്? എനിക്കിത് നന്നായിട്ട് കാണാം, ഇത് 5 അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് വലിയൊരു ഷോപ്പിംഗ് മോളിലാണ്. അതിനകത്തെ ചെറിയൊരു കടയിൽ നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നുണ്ട്. അവളുടെ പേര് ആൻസിക്യൂ എന്നാണ്. നമുക്ക് അവളെ ഷോർട്ടായിട്ട് ആൻ എന്ന് വിളിക്കാം. നമ്മുടെ ആൻ വളരെ പാവപ്പെട്ട വീട്ടിലുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ പഠനത്തിന് വേണ്ടിയിട്ടും അവളുടെ അച്ഛൻ്റെ ചികിത്സാ ചെലവിന് വേണ്ടിയിട്ടും അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒരുപാട് കടകളിൽ പാർട്ട് ടൈം ആയിട്ട് അവൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജോബ് കിട്ടുമെന്നുള്ളതും അവൾ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവൾ ഒരു വലിയ ഷോപ്പിംഗ് മോളിലെ ചെറിയൊരു കടയിൽ ഡംപ്ലിംഗ് വിൽക്കുന്ന ലേഡിയായിട്ട് അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഇങ്ങനെ ഡംപ്ലിംഗ് ഒക്കെ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലേഡി വന്നിട്ട് ഒരു പാക്കറ്റ് ഡംപ്ലിംഗ് ചോദിക്കുന്നുണ്ട്. ഹീറോയിനും ഡംപ്ലിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കവർ മാറ്റുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നോർമലി ഇതിങ്ങനെ അല്ലല്ലോ, നല്ല ഭംഗിയായിട്ടാണല്ലോ ഇരിക്കേണ്ടത്, ഇതാരാ റാപ്പ് ചെയ്തത്, ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഭയങ്കര സങ്കടത്തിലും സോറി മാഡം, ഷോപ്പിന്റെ ഓണർ ഉണ്ടാക്കി വെച്ച ഡംപ്ലിംഗ് എല്ലാം ഓൾറെഡി വിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് ഡംപ്ലിംഗ് റാപ്പ് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ലേഡി ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഇത് വിൽക്കുന്നത് അത്ര നല്ലതായി എനിക്ക് തോന്നുന്നില്ല, നീ ഉണ്ടാക്കിയതൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ട് ഇതാർക്കും വിൽക്കരുതെന്ന് പറയുന്നുണ്ട്. ഹീറോയിനും ഓക്കെ പറയാണ്. അങ്ങനെ ആ ലേഡി അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ വന്നിട്ട് 2 ബോക്സ് ഡംപ്ലിംഗ് തരാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ സോറി സാർ, ഈ ഡംപ്ലിംഗ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഇറ്റ്സ് ഓക്കെ, ഇത് തന്നെ എടുത്തോളൂ, ഇത് കണ്ടിട്ട് അത്ര മോശമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഹീറോ ഡംപ്ലിംഗ് ഒക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നുണ്ട്. അവളെ കാണുമ്പോൾ ഹീറോയിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആക്ച്വലി അത് ഹീറോയിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സിന്ധി ആയിരുന്നു. അപ്പോൾ സിന്ധിയെ കാണുന്ന ഹീറോയിൻ നീ എന്തിനാ ഇങ്ങോട്ട് നേരത്തെ തന്നെ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിന്ധിയും എനിക്ക് നല്ല പല്ല് വേദനയാടി, ഇവിടെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും അറിയുന്ന ഡോക്ടേഴ്സിന്റെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ഉടനെ സിന്ധി പറയാണ് ഇതെന്ത് കോലമാടി, മാസ്ക് ഒക്കെ വെച്ച് ഒരാൾ നിന്നെ കണ്ട തിരിഞ്ഞു നോക്കണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ നിന്നെ പോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ വൃത്തികെട്ട മുഖം ആരും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാസ്ക് വെച്ചേക്കണേന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് പരസ്പരം. അപ്പോൾ സിന്ധി പറയാണ് നിനക്ക് അത്രയ്ക്ക് ക്യാഷിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും നീ എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം, അറിയില്ലേ എൻ്റെ യൂട്യൂബ് ചാനൽ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ എൻ്റെ പാർട്ട്ണർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ കുറച്ച് ക്യാഷ് ഒക്കെ തന്ന് സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഓക്കെ പറയാണ്. ഉടനെ സിന്ധി അപ്പോൾ ഇന്നത്തെ ചിലവ് നിന്റെ വകയാണ്, ഞാൻ വീട്ടിൽ കാത്തിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഓക്കെ പറയുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോയാണ്. ആക്ച്വലി ഹീറോയും അവൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള സൺ ടിയാൻ യുവും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഹീറോ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് സൺ ടിയാൻ വന്നിട്ട് ഇന്ന് എന്താടാ കുക്കിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഹീറോ നീ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. അത് തുറന്ന് നോക്കുമ്പോഴേക്കും ഡംപ്ലിംഗ്. ഇത് കാണുന്നവൻ നിനക്ക് എന്താടാ വേറെ ഒന്നും വാങ്ങാനില്ലേ, എന്നും ഈ ഡംപ്ലിംഗ് കഴിച്ച് ഞാൻ മടുത്തു, ടേസ്റ്റ്
ഈസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ നിന്റെ ഒരു കൈയല്ലേ ഒടുങ്ങിയിരിക്കുന്നത്, മറ്റേ കൈ ഉണ്ടല്ലോ, നിനക്ക് എന്താ പോയി മേടിച്ചാൽ, അല്ലെങ്കിൽ നീ വന്ന് കുക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സന്ധ്യാനും ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, നീ എന്ത് കുക്ക് ചെയ്ത് തന്നാലും എനിക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് അതും കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയാണ്. അവൾ സിൻഡിക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഹീറോയിന്റെ വീട്ടിൽ തന്നെ സിൻഡി ഉണ്ടായിരുന്നു. അപ്പോൾ സിൻഡി നീ എന്താ കഴിക്കാൻ മേടിച്ചെന്ന് ഭയങ്കര ആകാംക്ഷാപൂർവ്വം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഇന്നെന്താ പ്രത്യേകത, എപ്പോഴത്തെയും പോലെ തന്നെ നിനക്ക് സൂപ്പും എനിക്ക് എഗ് ഫ്രൈഡ് റൈസ് ആണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സിൻഡിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. നീ എന്താ എങ്ങനെ ആയിപ്പോയത്, അറ്റ്ലീസ്റ്റ് ഫുഡിന് വേണ്ടിയിട്ടെങ്കിലും നിനക്ക് കുറച്ച് പണം സ്പെൻഡ് ചെയ്യായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ നിനക്ക് എന്തറിയണം, നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടിയിട്ട് കുറേ പണങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അതുപോലെ നിനക്ക് യൂട്യൂബ് ചാനലുണ്ട്, എൻ്റെ അച്ഛന് എനിക്ക് തരാൻ വേണ്ടിയിട്ട് പണമൊന്നുമില്ല, അദ്ദേഹം ഒരു പാവപ്പെട്ടവനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിൻഡി ഭയങ്കര വിഷമത്തിലും നിന്റെ അച്ഛൻ നിനക്ക് പണം നൽകുന്നില്ലായിരിക്കും, പക്ഷെ നിറയെ സ്നേഹം നൽകുന്നില്ലേ, എൻ്റെ അച്ഛൻ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ നീ വിഷമിക്കണ്ട, നിന്റെ അച്ഛനും നിന്റെ അമ്മ ഒഴികെ 3-4 ഭാര്യമാർ കൂടെ ഇല്ലേ, അവർക്ക് എല്ലാവർക്കും മക്കളുണ്ട്. സോ ഇത്രയും മക്കളെ കെയർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലേ, അതുകൊണ്ടാണ് നിനക്ക് സ്നേഹം നൽകാത്തത്, നീ അതോർത്ത് വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിൻഡിയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് സിൻഡി ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഹീറോ പങ്കെടുത്ത ആ ഒരു ഫുട്ബോൾ മാച്ചിലെ ഫോട്ടോ ആയിരുന്നു. ഒരു സീനിയറിനെ കാണിച്ചിട്ട് ഇവനെ കാണാൻ എന്ത് ഭംഗിയാ നോക്കടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും അതെ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഏറ്റവും ബാക്കിലായിട്ട് നമ്മുടെ ഹീറോ നിൽക്കുന്നത് കാണുന്നത്. ഉടനെ ഹീറോയിൻ ഇവനും നമ്മുടെ കോളേജിലാണോ പഠിക്കുന്നത്, ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഡംപ്ലിംഗ് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ ഫോട്ടോ കാണുന്ന സിൻഡിയും ഓ ഇവൻ നമ്മുടെ കോളേജിലാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു, എന്ത് ക്യൂട്ടാണ് കാണാനായിട്ട്, ഇവനെ കണ്ടാൽ ഒന്ന് ലൈൻ അടിച്ചാൽ കൊള്ളാന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഒരേ കോളേജിലാണെങ്കിലും ഇന്നേ വരെ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ, എന്തായിരുന്നാലും ഇവൻ കൊള്ളാന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. നാളെ ഹീറോയിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നേരത്തെ കിടക്കാനായിട്ട് അവൾ പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. രാവിലെ തന്നെ ഹീറോയിൻ ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ റെഡി ആയിട്ട് ഒരു ട്രെയിനിൽ കയറുന്നുണ്ട്. ആ സമയത്ത് ആ ട്രെയിനിൽ തന്നെ ഹീറോയിൻ കയറുന്നുണ്ട്. പക്ഷെ പരസ്പരം ഇപ്പോഴും അവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫേസ് ടു ഫേസ് കാണാനായിട്ട് അവർക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടുപേരും ഓഫീസിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു റൂമിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് അവന്റെ മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് കോൾ വരുന്നുണ്ട്. സോ ഹീറോ ആ ഒരു കോൾ എടുക്കാനായിട്ട് നേരെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനോട് മുത്തശ്ശ ഹോസ്പിറ്റലിൽ പോയോ എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനും എനിക്ക് ഒരു കുഴപ്പമില്ല, നീ എന്നെ ഓർത്ത് വെറി ചെയ്യേണ്ട, കാർഡിയോ വസ്കുലറിൽ ചെറിയൊരു മാറ്റം എന്തോ പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല, ഞാനിപ്പോൾ ഹെൽത്തി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയും സന്തോഷത്തിൽ ഓക്കെ മുത്തശ്ശ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നേക്കുവാണെന്ന് പറയുന്നുണ്ട്. ഉടനെ മുത്തശ്ശൻ പറയാണ് നിന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നിന്നെ പറ്റി അന്വേഷിച്ചു, നീ എന്താ ഇപ്പോൾ വീട്ടിലോട്ടൊന്നും പോവലില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ അമ്മ വന്നിട്ടുണ്ടായിരുന്നോ, എന്നെ പറ്റി അന്വേഷിച്ചോ, മുത്തശ്ശൻ സത്യമാണോ ഈ പറയണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനും അതേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്ക് എന്തോ ഒരു കള്ളത്തരം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശ കള്ളം പറയല്ലേ, അമ്മ ഒരിക്കലും എന്നെ പറ്റി അന്വേഷിക്കില്ല, അമ്മയ്ക്ക് എപ്പോഴും അനിയനെ മാത്രം മതിയല്ലോ, അവനെങ്കിലും നന്നായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോ പുറത്തേക്ക് പോകാൻ സമയത്ത് ആ ഒരു ഓഫീസിലെ ബോസ് അവിടുത്തെ എംപ്ലോയിയെ വഴക്ക് പറയുന്നുണ്ട്, നീ എന്തിനാ ഇന്നലെ ലീവ് എടുത്തത്, ഒരു ക്ലയന്റിനെ നഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എംപ്ലോയിയും എൻ്റെ മുത്തശ്ശന് വയ്യായിരുന്നു, മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് പോയത് കൊണ്ടാണ് ഞാൻ ലീവായി പോയത്, സോറി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ബോസ് അവന് നന്നായി വഴക്ക് പറയുന്നുണ്ട്, നിന്റെ വീട്ടിലെ സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല, നിനക്ക് മുത്തശ്ശനെ കാണണമെങ്കിലും ലീവ് എടുത്ത് വീട്ടിൽ പോയി ഇരിക്കാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജോലിക്ക് വന്നാലും എനിക്ക് ഒരിക്കലും എൻ്റെ മുത്തശ്ശനെ കാണാൻ വേണ്ടി ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു എംപ്ലോയി കരയാനായിട്ട് ബാത്റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ അവന് വേണ്ടിയിട്ട് ടിഷ്യൂ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ ഇന്റർവ്യൂവിന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലേഡി ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇടുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ അയ്യോ സിൻഡി പറഞ്ഞതുപോലെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് എങ്കിലും വാങ്ങി വെക്കേണ്ടതായിരുന്നു, എൻ്റെ ഈ കോലം കണ്ടാലും എന്തായിരുന്നാലും തനിക്ക് ഈ ഒരു ജോലി കിട്ടില്ല എന്നുള്ളത് ഹീറോയിൻ മൈൻഡിൽ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു ലേഡി വന്നിട്ട് 4 പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ആവാൻ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ അകത്തേക്ക് പൊക്കോളാനും പറയുന്നുണ്ട്. കോയിൻസിഡൻസ് ആയിട്ടും ഹീറോയും ഒരേ ഗ്രൂപ്പിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ 2 പേരും അടങ്ങുന്ന 4 പേരുള്ള ഗ്രൂപ്പ് അകത്ത് കയറുന്നുണ്ട്. ആ സമയത്തും അവർ പറയുന്നുണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാനായിട്ട്. ആ സമയത്താണ് ഹീറോയിൻ ഇവനെ അല്ലേ ഇന്നലെ നമ്മൾ ഫോണിൽ കണ്ടതെന്നും പറഞ്ഞ് ഹീറോയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഭയങ്കര ശ്രദ്ധയോടെ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഹീറോയിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഉടനെ ഹീറോയിൻ ആകെ ഷോക്കാവുന്നുണ്ട്. കാരണം ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാനേഴ്സ് ആയിരുന്നു. പക്ഷെ ഹീറോയിൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് ലീവ് കിട്ടില്ല, അതുകൊണ്ട് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ട, എന്തായിരുന്നാലും ഈ കുട്ടിയെ സഹായിച്ചേക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് സോറി സാർ എൻ്റെ ഫോണായിരുന്നു റിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാനിപ്പോൾ
ഇപ്പോൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞ് ആ ഫോൺ എടുത്ത് ഓഫ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ പെട്ടെന്ന് തൻ്റെ ഫോണും ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയെ എല്ലാവരും ചേർന്ന് വഴക്ക് പറയുന്നുണ്ട്. ഇതുപോലും അറിയാത്ത നിന്നെ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല, ഇത്ര മാനേഴ്സ് ഇല്ലാത്ത നിന്നെ ഈ കമ്പനിക്ക് ആവശ്യമില്ല, ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നുണ്ട്. ഹീറോയും ഭയങ്കര സന്തോഷത്തിൽ ഓക്കെ സാർ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഭയങ്കര സങ്കടത്തിൽ ഹീറോയെ നോക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ഒരു കുഴപ്പമില്ല, നീ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഹീറോയിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള മൂഡ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയെ കണ്ട് നന്ദി പറയാനായിട്ട് അവൾ പുറത്തേക്ക് ഓടുന്നുണ്ട്. ഹീറോ ലിഫ്റ്റിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടും ഹീറോയിൻ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ നീ എന്താ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഏയ് ഇല്ല, നിങ്ങൾ പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്കെന്തോ അകത്തിരിക്കാൻ തോന്നിയില്ല, വളരെ നന്ദി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ഏയ് അതൊന്നും സാരമില്ല, നീ വേഗം പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, എനിക്കെന്തായിരുന്നാലും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് പോയി, ഞാൻ പഠിച്ച ഫീൽഡ് ഇതല്ല, വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലും എന്തായിരുന്നാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല, ഉണ്ട് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പുറത്തേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ ഇന്റർവ്യൂസ് ഉള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ മുൻകൂട്ടി തന്നെ അറിയിക്കാം, എൻ്റെ ഒരു ഫ്രണ്ട് എവിടെയൊക്കെ ഇന്റർവ്യൂ നടക്കുന്നോ ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് എന്നോട് പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഭയങ്കര സന്തോഷത്തിൽ ഓക്കെ എനിക്കും ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലങ്ങളെ പറ്റി അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഉപകാരം കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്ദിയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ നിന്റെ വീചാറ്റിന്റെ ആ ഒരു QR കോഡിങ് എടുക്ക്, ഞാൻ സ്കാൻ ചെയ്തിട്ട് ഇന്റർവ്യൂ ഉള്ള ടൈമിൽ അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. തിരിഞ്ഞു നിന്നിട്ട് ഹീറോയിൻ വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങളും ഈ കോളേജിലല്ലേ പഠിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഹീറോ അതെ ഞാൻ ആ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്, നിനക്ക് എങ്ങനെ എന്നെ അറിയാം, നീ ആ കോളേജിലാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അതെ നമ്മൾ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ, ഒരുപാട് വർഷമായിട്ട് ഒരേ കോളേജിൽ തന്നെ പഠിക്കുകയാണ്, അതുമല്ല ഇന്നലെ ഡംപ്ലിംഗ് മേടിക്കാൻ വന്നപ്പോൾ എന്നെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്കും ഇന്നലെ താൻ ഡംപ്ലിംഗ് വാങ്ങിയത് ഹീറോയിൻ്റെ അടുത്ത് നിന്നായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. സോറി മാസ്ക് വെച്ചിരുന്നത് കൊണ്ട് ഇന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. അതുമല്ല ഡംപ്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, റാപ്പ് ചെയ്തതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഭയങ്കര സന്തോഷത്തിൽ നമുക്കൊരു കോഫി കുടിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ഓ അതിനെന്താന്ന് പറഞ്ഞിട്ട് കോഫി ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കോഫി കുടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് വേഗം തന്നെ തിരികെ വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനോട് അവൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തതാണ്, ഒരിടത്തുനിന്ന് പോലും അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നില്ല, വെറുതെ ഇങ്ങനെ നടക്കുന്നത് മാത്രം മിച്ചം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും അതെ എനിക്കും കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ഞാനും കുറേ ദിവസമായിട്ട് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പോരാത്തതിന് നിറയെ കമ്പനികളിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ നീ വിഷമിക്കണ്ട, ഇനി എവിടെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയി അറ്റൻഡ് ചെയ്യാം, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ജോലി കിട്ടാണ്ടിരിക്കില്ല, ഒരാളുടെ കഷ്ടമെങ്കിലും തീരട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് കുറച്ച് ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിന് സിൻഡിയുടെ കയ്യിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട്, നീ വേഗം വാ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയി എന്നുള്ളത്. അത് വായിച്ച ഹീറോയിൻ സോറി എനിക്കിപ്പം പോയേ പറ്റുള്ളൂ, നമുക്ക് പിന്നൊരു ദിവസം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വെയിറ്ററിനെ വിളിക്കുന്നുണ്ട് ബില്ല് പേ ചെയ്യാനായിട്ട്. അപ്പോൾ ഹീറോ ഞാൻ ഓൾറെഡി പേ ചെയ്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ബാത്റൂമിലാണെന്ന് പറഞ്ഞ് പോയത് ഈ ഒരു ബില്ല് പേ ചെയ്യാനാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയും അതേ എന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ആ ഒരു സിൻഡിയെ മീറ്റ് ചെയ്തിട്ടും ഹീറോയെ മീറ്റ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സിൻഡിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നീ എന്നെയും കൂട്ടിയിട്ടല്ലേ പോകുന്നത്, അവനെ മീറ്റ് ചെയ്യാൻ മാത്രം എന്നെ കളഞ്ഞിട്ട് പോയല്ലേ, അവനെ കാണാൻ തന്നെ എന്തൊരു ക്യൂട്ടാണ്, നീ എന്നെ പറ്റി അവനോട് പറഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ നമ്മളിപ്പോൾ മീറ്റ് ചെയ്തതേ ഉള്ളൂ, അതിനിടയിൽ ഞാൻ നിന്നെ പറ്റി എന്തിനാ പറയണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിൻഡി പറയുന്നുണ്ട് ഇന്നലെ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് അവനെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി എന്നുള്ളത്, പ്ലീസ് എങ്ങനെയെങ്കിലും നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിലും നിന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം, അല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിൻഡി മതി മതി അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഹീറോയ്ക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ ആ ഒരു ലിങ്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള സൺടിയാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്നെ വിട്ടേച്ച് പോവുകയാണോ, കണ്ടില്ലേ എൻ്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതും, പ്ലീസ് പ്ലീസ് എന്നെയും കൂടെ നിന്റെ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ മുത്തശ്ശൻ്റെ വീട്ടിലേക്കൊന്നും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, മുത്തശ്ശൻ്റെ വീട്ടിൽ നിന്നും നേരെ പോകുന്നത് എൻ്റെ പാരൻസിനെ മീറ്റ് ചെയ്യാനാണ്, അതുകൊണ്ട് തന്നെ നീ അവിടെ വന്ന പോസ്റ്റ് ആയിപ്പോ, നീ ഇവിടെ നിൽക്കും, ഞാൻ വേഗം തന്നെ മടങ്ങി വന്നേക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൺടിയാൻ ഹീറോ ഈ ഒരു വീഡിയോ കാണുന്നത് കണ്ടിട്ട് നീ എന്തിനാ ഇവളുടെ വീഡിയോ ഒക്കെ കാണുന്നത്, ഇവളെ കണ്ടാൽ തന്നെ അറിയില്ലേ ഫേക്ക് ആണെന്നുള്ളതും, പോരാത്തതിന് കുറേ പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ട്, നീ ഇവളുമായിട്ടുള്ള കൂട്ടം വേഗം തന്നെ വിട്ടേക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ഇവൾ ആരാന്ന് പോലും എനിക്കറിയില്ല, വീഡിയോ ലിങ്ക് കിട്ടിയതുകൊണ്ട് വെറുതെ കണ്ടു എന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഹീറോയ്ക്ക് പോകാനുള്ള ടാക്സി വരുന്നുണ്ട്. അപ്പോൾ സൺടിയാനോട് ടാറ്റ പറഞ്ഞിട്ട് ഹീറോ നേരെ അവൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഹീറോ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മുത്തശ്ശനും ഹീറോയും ഭയങ്കര ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് തന്നെ അവരൊരുമിച്ച് കുക്കൊക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശൻ ഫുൾ ടൈം ഡ്രാമ കാണുന്നുണ്ട്, അതും ക്രൈം ത്രില്ലേഴ്സ് ആണ്
കാണുന്നത്. ഇത് കാണുന്ന ഹീറോ മുത്തശ്ശൻ എന്തിനാ എപ്പോഴും ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, റൊമാൻറ്റിക് ഡ്രാമാസ് ഒന്നും കാണില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ദേഷ്യത്തിലും നിനക്ക് എന്നെ പറ്റി അറിയാഞ്ഞിട്ടാണ്, നിന്റെ മുത്തശ്ശി എന്നെ കൺട്രോൾ ചെയ്തതുകൊണ്ടാണ്, ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിനക്ക് 10-12 മുത്തശ്ശിമാരെ കിട്ടിയേനെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഓ മുത്തശ്ശൻ അപ്പോൾ റൊമാൻറ്റിക് കിങ് ആയിരുന്നു അല്ലേ, പിന്നെന്തിനാ ഇപ്പോൾ ക്രൈം ത്രില്ലേഴ്സ് കാണുന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ് പണ്ടത്തെ പോലെ പ്യുവർ ലവ്സ് ഒന്നും ഇപ്പോൾ ഇല്ല, എൻ്റെ കാലത്തൊക്കെ ഡേറ്റിങ്ങിന് പോവുക, അത് കഴിഞ്ഞ് കുറേ നാൾ സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഡയറക്റ്റ് മാരേജിലേക്കും കോൺട്രാക്ട് മാരേജിലേക്കും എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഈ ഡേറ്റിംഗ് എന്ന വാക്ക് കേട്ടപ്പോൾ ഹീറോയ്ക്ക് ഹീറോയിനെ ഓർമ്മ വരുന്നുണ്ട്. ഇന്ന് ഒരുമിച്ച് ടീ കുടിച്ച കാര്യമെല്ലാം അവനിങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയാണ് നീ എന്താ നിന്റെ വീട്ടിലേക്ക് പോവാത്തതും, സത്യത്തിൽ നിന്റെ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടാവും, നീ പോയി അവരെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ അതെ അതെ ഞാൻ ഇന്ന് മുത്തശ്ശൻ്റെ അവിടെ നിന്ന് നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്, അവിടെ പോയി അച്ഛനെയും അമ്മയും അനിയനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കറിയാം നിനക്ക് നിന്റെ അനിയനോട് ദേഷ്യമാണെന്നുള്ളത്, പക്ഷേ നീ അവനെ പോയി ഒന്ന് കാണണം, അവനിപ്പോൾ ആകെ ഡിപ്രഷനിലാണ്. നിന്റെ അമ്മയും അച്ഛനും ചേർന്ന് ഡോക്ടറിന് പഠിക്കുന്നു പറഞ്ഞ് അവനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്, ദയവേതും നീ അവനെ പോയി ഒന്ന് മീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ഓക്കെ മുത്തശ്ശ ഞാൻ പോകുന്ന വഴിക്കും അവനെയും സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പൊക്കോളാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന മുത്തശ്ശന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോയിനെയും അവളുടെ അച്ഛനെയാണ്. അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നു വരുന്നുണ്ട്. ആക്ച്വലി ഇവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലാന്നേ ഉള്ളൂ, സന്തോഷത്തിനൊന്നും ഒരു കുറവില്ലായിരുന്നു. രണ്ടുപേരും സന്തോഷത്തിൽ നടന്നു വരുന്ന സമയത്ത് അവളുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഹീറോയിൻ ഇല്ലച്ച ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഡേറ്റിങ്ങിന് ട്രൈ ചെയ്യുന്നൊന്നുമില്ല, അച്ഛൻ അത് ഓർത്ത് ആലോചിച്ച് നടക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഓക്കെ അതൊക്കെ നിന്റെ ഇഷ്ടമല്ലേ, പക്ഷേ എത്രയും വേഗം നിനക്ക് പറ്റിയൊരു ബോയ് ഫ്രണ്ടിനെ കണ്ടെത്തിയാൽ അച്ഛന് സന്തോഷമാവും, കണ്ടെത്തുന്ന സമയത്ത് വളരെ കെയറിങ്ങോടുകൂടി നിന്നെ നോക്കുന്ന ആളെ കണ്ടെത്തണം, അത്യാവശ്യം ജോലിയൊക്കെ ഉള്ള ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ലൈഫിൽ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അച്ഛന് വിധിയിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഹീറോയെ ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് അവൾ 2-3 സ്ഥലത്ത് വെച്ച് കണ്ടില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ അച്ഛൻ അതെ എനിക്ക് വിധിയിൽ നല്ല വിശ്വാസമുണ്ട്, ഞാൻ നിന്റെ അമ്മയെ ആദ്യമായി മീറ്റ് ചെയ്യുന്നത് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ഒരു സൂപ്പ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവൾ എനിക്ക് ഒരു പ്ലേറ്റ് റൈസ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, അന്ന് ഓർഡർ മാറി ഒരു വെയിട്രസ് ആയിട്ടാണ് അവൾ എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ എൻ്റെ ജീവിത സഖിയായി മാറുമെന്നുള്ളത് ഒരിക്കലും എനിക്കറിയില്ലായിരുന്നു, പക്ഷേ വിധി എന്ത് ചെയ്യാനാ, നമ്മളെ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഹീറോയിൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് ഇവിടെ പറയുന്നില്ല, ഇവർ സെപ്പറേറ്റഡ് ആയതാണോ അതോ അവളുടെ അമ്മ മരിച്ചു പോയതാണോ എന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ നൽകുന്നില്ല. എനിക്ക് തോന്നുന്നത് പോകുന്ന എപ്പിസോഡ്സിൽ പറയുമെന്നുള്ളതാണ്. അപ്പോൾ ഹീറോയിനും ഹീറോയെ തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്നുണ്ട്, അവൾക്ക് അവനോട് എന്തോ ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് നോട്ടീസ് ചെയ്ത ഹീറോയിൻ്റെ അച്ഛൻ എന്താ നിനക്ക് ആരുടെ അടുത്തെങ്കിലും ലവ് തോന്നുന്നുണ്ടോ, നീ നിന്റെ സോൾമേറ്റിനെ കണ്ടെത്തിയോ, സത്യം പറയും അല്ലെങ്കിൽ പിന്നെന്തിനാ വിധിയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ എന്തൊക്കെയോ പറഞ്ഞ് ആ ടോപ്പിക് അവിടെ ഉപേക്ഷിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഹീറോയിൻ്റെ അച്ഛന് വയ്യായിരുന്നു, അതുകൊണ്ട് തന്നെ അച്ഛൻ എന്താ ഹോസ്പിറ്റലിൽ പോകാത്തത്, വേഗം തന്നെ നാളെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ എന്തിനാ മോളെ വെറുതെ പൈസ കളയുന്നത്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭയങ്കര ഹെൽത്തി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ എനിക്ക് എൻ്റെ ലൈഫ് ലോങ് മുഴുവൻ അച്ഛൻ എൻ്റെ കൂടെ വേണം, അതിന് അച്ഛൻ ആരോഗ്യവാനായിരിക്കണം, അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഓടി നടന്ന് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നത്, അല്ലാതെ എനിക്ക് അടിച്ചു പൊളിക്കാനൊന്നുമല്ല, മര്യാദയ്ക്ക് നാളെ ഹോസ്പിറ്റലിൽ പൊക്കോളണം, ക്യാഷ് ഞാനിവിടെ വച്ചേക്കാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ്റെ അച്ഛന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. താൻ നോക്കേണ്ട തൻ്റെ മകള് തന്നെ നോക്കുന്നതോർത്ത് അയാൾ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോ തൻ്റെ അനിയനെ പിക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഹീറോയെ കണ്ട അനിയൻ അവൻ്റെ കൂടെ നടക്കുന്നുണ്ട്, പക്ഷെ ഹീറോയോട് ഒരു വാക്ക് പോലും മിണ്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഹീറോ അവനുമായിട്ട് മിങ്കിൾ ആവാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ കൈ തട്ടി മാറ്റിയിട്ട് അവൻ കാറി കയറി ഇരിക്കുന്നുണ്ട്. ഹീറോയും ഒന്നും മിണ്ടാതെ നേരെ അവനെ വീട്ടിലേക്ക് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മടിച്ച് വീടിനുള്ളിലേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് നേരെ ഹീറോയുടെ അനിയൻ്റെ റൂമിലേക്ക് പോയിട്ട് നീ എന്താ എന്നോട് മിണ്ടാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അനിയൻ ഞാൻ എന്ത് ചെയ്യാനാ, പിന്നെ നീയും എന്നോട് പഠിക്കുന്നു പറഞ്ഞ് ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യില്ല, അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്നുള്ളത്, അമ്മയും അച്ഛനും നിന്നെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അനിയനും എല്ലാം നീ കാരണമാണ്, അച്ഛന് നിന്നെ ഡോക്ടർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ നീ അതിന് പഠിക്കാത്തത് കൊണ്ട് ഇപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്, നിനക്കെല്ലാം കിട്ടി, നീ നിന്റെ ലൈഫിൽ നിനക്ക് ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്തു, ഇപ്പോൾ നിനക്ക് ജോലി ഇല്ലെങ്കിലും നീ ഹാപ്പിയാണ്, പക്ഷെ എന്നെ നോക്കും അച്ഛൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പഠിക്കുന്നത് എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ട് അവൻ കരയുന്നുണ്ട്. ഉടനെ ഹീറോയുടെ അമ്മ പുറത്തു നിന്നും നീ അവനെ ഡിസ്റ്റർബ് ചെയ്യാതെ അവൻ പഠിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയുടെ അനിയന് വീണ്ടും ഡിപ്രഷൻ കൂടുന്നുണ്ട്. പക്ഷെ ഹീറോയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. അവൻ പുറത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരും ചേർന്ന് ഡിന്നർ കഴിക്കാൻ നേരത്ത് ഹീറോ അവൻ്റെ അച്ഛനോട് അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അച്ഛൻ എനിക്കതൊന്നും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ നിന്റെ കാര്യം
കരിയറൊക്കെ സ്വന്തമായിട്ട് ചൂസ് ചെയ്തു, പക്ഷേ ഇതുവരെ എന്താ ജോലിക്ക് കയറാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ ഒരു ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും ഓക്കെ, ഇവിടെ നീ അധികം നേരം ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല, നീ നിന്റെ ക്വാർട്ടേഴ്സിലേക്ക് തന്നെ പൊക്കോ, നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഹീറോയുടെ അച്ഛന് ഹീറോയുടെ ഭയങ്കര ദേഷ്യമാണ്, കാരണം അദ്ദേഹം പറഞ്ഞ കരിയർ ഹീറോ ചൂസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹീറോയെ കാണുന്നത് പോലും അവൻ്റെ അച്ഛന് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ഹീറോയുടെ അമ്മ അവൻ വന്നതല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം ഒന്ന് നിന്നിട്ട് പോട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ വേണ്ട, അവനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ അനിയനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് ശരിയല്ല, അവൻ ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്യാനുള്ള അധികാരം അവനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അച്ഛൻ നീ കഴിച്ചാലും ഇല്ലെങ്കിലും ശരി വേഗം ഇവിടെ നിണീറ്റ് പൊക്കോ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഭയങ്കര സങ്കടത്തിലും നേരെ റൂമിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അമ്മ അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് നിനക്ക് അച്ഛൻ്റെ സ്വഭാവം നല്ലപോലെ അറിയാലോ, പണ്ട് നിന്നെ ഡോക്ടർ ആക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, നീ അത് അനുസരിക്കാതെ വന്നപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം 2 വർഷത്തോളം എന്നോട് മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അകൽച്ച കാണിക്കുന്നത്, നിനക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവൻ്റെ കാര്യത്തിൽ നിന്റെ അച്ഛൻ തന്നെ ഡിസിഷൻ എടുത്തോട്ടെ, അവൻ അതിൽ എതിർപ്പില്ലാന്നുണ്ടെങ്കിലും നീ എന്തിനാ വെറുതെ അതിൽ ഇടപെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ അവൻ ആ ഒരു കരിയർ ഇഷ്ടമല്ല അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, അവൻ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അത് പഠിച്ചേ പറ്റൂ, നിന്റെ അച്ഛൻ്റെ ദേഷ്യം കാണാൻ എനിക്ക് വയ്യ, അദ്ദേഹം എന്നോട് മിണ്ടാതിരുന്നാൽ എനിക്കത് സഹിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയാണ്. രാത്രി WeChatൽ ഹീറോ അപ്ലോഡ് ചെയ്ത സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് ഹീറോയിൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവളുടെ മനസ്സിൽ അവനോടുള്ള പ്രണയം മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ ആണ്. ഹീറോയിൻ ഒരു കോഫി കുടിക്കുന്ന പിക്ചർ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന ഹീറോ എനിക്ക് എന്നാ കോഫി മേടിച്ചു തരിക, അന്ന് ഞാൻ മേടിച്ചു തന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഉടനെ തന്നെ മീറ്റ് ചെയ്യാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒരു ഇമോജി എങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യാൻ വരെ ബൈ.